ഡിവൈഎഫ്ഐ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി 25 വീടുകൾ വെച്ച് നൽകുന്നു. അതിനുള്ള തുക കണ്ടെത്താനായി അവർ ആക്രി പറക്കുന്നു, മീൻ വിൽക്കുന്നു, പറമ്പുകൾ വൃത്തിയാക്കുന്നു, മരം ചുമക്കുന്നു, കൂലിവേല ചെയ്യുന്നു, അച്ചാർ വിൽക്കുന്നു, ചായക്കട നടത്തുന്നു. തങ്ങളുടെ അധ്വാനത്തിന് ഫലമായി കിട്ടുന്നതെല്ലാം അതിലേക്കായി അവർ സ്വരുക്കൂട്ടുകയാണ്. 21 സെന്റാണ് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീട് നിർമ്മാണത്തിനായി സംഭാവന ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരിക്കൽ അവർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നവർ പോലും പ്രശംസിക്കുന്ന അവസ്ഥയാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടുത്തുകൊണ്ടുപോയ മുണ്ടിൽ മൃതദേഹവും ചുമന്ന 14 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നു വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഈ ഉരുൾപൊട്ടലിൽ നമ്മൾ കണ്ടിരുന്നു. ബന്ധുക്കൾ പോലും തൊടാൻ മടിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കുത്തിയൊലിക്കുന്ന ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത് അത് കൊണ്ടുവരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ഈ ഉരുൾപൊട്ടലിൽ നമ്മൾ കണ്ടു. ഇന്നും തിരച്ചിലിനായി മല കയറുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് ഒരു നിത്യകാഴ്ചയായി മാറുകയാണ്. നമ്മൾ അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചുനാൾ മുന്നെയാണ് കഴിഞ്ഞ പ്രളയത്തിനു ശേഷം താൻ പോലും കയറാൻ മടിച്ച നിന്നിടത്ത് ചളി കയറി വൃത്തിഹീനമായി തന്റെ വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരിച്ചതിനെ പറ്റി നടൻ ടിനി ടോം പറയുന്നത് നമ്മൾ കേട്ടിരുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട കോവിഡ് പേഷ്യന്റിനെ ഒരു ആംബുലൻസ് വരുന്നതുവരെ കാത്തു നിൽക്കാതെ ബൈക്കിലിരുത്തി ആശുപത്രിയിൽ എത്തിച്ച ജീവൻ രക്ഷിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പറ്റി നമ്മൾ കണ്ടറിഞ്ഞത്. അതേ കോവിഡ് കാലത്താണ് ക്വാറന്റൈനിൽ ഇരുന്ന കുടുംബത്തിലെ കുട്ടിക്ക് പാമ്പുകടിയേറ്റപ്പോൾ സ്വന്തം ജീവൻ മറന്ന് അവനെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും നമ്മൾ കണ്ടറിഞ്ഞത്. കേരളത്തിലെ ആശുപത്രികളിൽ ഇന്നും മുടങ്ങാതെ ഭക്ഷണം എത്തിക്കുന്നത് ഇതേ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. അവരാണ് കഴിഞ്ഞ പ്രളയകാലത്ത് ആക്രി പറക്കിയും കൂലിപ്പണിയെടുത്തും ലോഡിംഗ് പണിയും എടുത്തുമെല്ലാം ലഭിച്ച 11 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. സുധീർ ഇബ്രാഹിം ഫേസ്ബുക്കിൽ കുറിച്ച ഈ വരികൾ എത്രത്തോളം ശരിയാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഔദ്യോഗികമായി തിരച്ചിൽ അവസാനിപ്പിക്കുന്നതുവരെ എല്ലാ സഹായങ്ങളുമായി ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്ന് വി വസീഫ് പറഞ്ഞു വെക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും വേറെ തന്നെയാണ്. അതേസമയം ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിന്റെ കീഴിലുള്ള 602 അംഗ യൂത്ത് ബ്രിഗേഡ് സംഘമാണ് തുടർച്ചയായി 8 ദിവസം വനത്തിനുള്ളിൽ വയനാട്ടിൽ തിരച്ചിൽ നടത്തിയത് എന്ന് നമുക്കറിയാം. ട്രാക്ടർ മാത്രമായിരുന്നു കൊടുംകാട്ടിൽ അവർക്ക് ആകെയുള്ള വാഹനം എന്ന് പറയുന്നത്. 18 കിലോമീറ്ററോളം കാട്ടിലൂടെ അവർ സഞ്ചരിച്ച ആദിവാസി സഹോദരങ്ങളെ പുറത്തെത്തിച്ചത് നമ്മൾ കണ്ണു നിറഞ്ഞ് കണ്ട കാഴ്ചയാണ്. 80ഓളം മൃതദേഹങ്ങളാണ് ഇവർ കണ്ടെത്തിയത്. തിരിച്ചറിയാനാകാത്തതും ബന്ധുക്കൾ പോലും തൊടാൻ മടിക്കുന്നതുമായ മൃതദേഹാവശിഷ്ടങ്ങൾ, പലരുടെയും അവയവങ്ങൾ മാത്രമായിരുന്നു കിട്ടിയത്. ഇതെല്ലാം ഉടുമുണ്ടിൽ കെട്ടി പുറത്തെത്തിച്ചത് ഇതേ ഡിവൈഎഫ്ഐക്കാരാണ്. അതേസമയം ഇതുപോലെ ഒരുപാട് പേരെ ഒഴുക്കിൽ നിന്ന് രക്ഷിച്ചത് ഇതേ ഡിവൈഎഫ്ഐ ആണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവൻ പണയം വെച്ച നിസ്വാർത്ഥ പ്രവർത്തനം. അതേസമയം എന്തോരം കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളാണ് കുറച്ച് ദിവസങ്ങളായി നമുക്ക് ചുറ്റും നടക്കുന്നത്. ചുറ്റും ഇത്തരം മനുഷ്യരുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ തകർന്നു പോകുന്നത്?